വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കായ്പോളയാണ്. 4 പഴുത്ത ഏത്തപ്പഴം ചെറുതായി എരിഞ്ഞത്, മിക്സിയുടെ ജാറിലേക്ക് 5 സ്പൂൺ പഞ്ചസാര ഇടാം, 4 ഏലക്കായ ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ആ പഞ്ചസാരയും ഏലക്കയിലേക്കും 4 മുട്ട ചേർക്കാം. 4 പഴുത്ത പഴം ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ 4 മുട്ട എടുത്തിരിക്കുന്നത്. ഇനി അതും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. 4 പഴുത്ത പഴമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കായ്പോളയ്ക്ക് എപ്പോഴും നല്ല പഴുത്ത പഴമാണ് നല്ലത്. ഇനി അത് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ പഴമെല്ലാം നല്ല വാട്ടിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച മുട്ടയും പഞ്ചസാരയും ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇപ്പം മുട്ടയും പഴമൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. പാനിലേക്ക് 3 സ്പൂൺ നെയ്യ് ചേർക്കാം. അതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർക്കാം. കാഷ്യൂനട്ടും ഇതിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കിസ്മിസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി അത് ഒന്ന് പൊരിച്ചു കോരി മാറ്റി വയ്ക്കാം. ആ പാൻ തന്നെ ശരിക്കും സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് നെയ്യ് ചുറ്റിച്ചെടുക്കാം. കായ്പോള സൈഡൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നേരത്തെ നമ്മൾ കൂട്ടിവെച്ച പഴവും മുട്ടയുടെയും മിശ്രിതം ഒഴിക്കാം. ഗ്യാസ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ. ഇനി അതൊന്ന് ലെവൽ ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് വേവിക്കാനായിട്ട്. ഗ്യാസിൻ്റെ ഏറ്റവും ചെറിയ ഫ്ലെയിം ഉള്ളതിൽ വേണം വെക്കാനായിട്ട്. ഇനി അത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ വെച്ചൊന്ന് അലങ്കരിക്കാം. ഇനിയും മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കായ്പോളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടുമൊട്ടുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.